ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേപോലെ ഫേസ് പ്ലാന്റേഴ്സ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇതേപോലത്തെ ഐസ്ക്രീം ടിന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ചെറിയ രീതിയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അത് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ഇനി ടൈറ്റിലിൻ്റെ റൈറ്റ് സൈഡിലുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഉണ്ടാവും. ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ അഫീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹോം പേജിലേക്ക് പോകും. ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ വീഡിയോസ് എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിട്ട വീഡിയോസ് ഓർഡറിൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള വീഡിയോ എടുക്കണമെങ്കിൽ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്ലേലിസ്റ്റാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാനിവിടെ മെറി ബോയ് ഐസ്ക്രീമിൻ്റെ ക്യാനുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ജസ്റ്റ് ഒരു വൈറ്റ് പെയിൻറ്റ് അതുമ്മൽ അടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തുമ്മൽ വൈറ്റ് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. താഴെ 3 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ സൈഡിലും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഹോൾ ഇട്ടിട്ടുണ്ട്. താഴെ ഹോൾ ഇടുന്നത് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ്, വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ അക്രിലിക് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ കോട്ട് അടിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിൽ സ്പോഞ്ച് കൊണ്ട് അടിച്ച് നോക്കിയപ്പോൾ അത് അത്ര പെർഫെക്ഷൻ കിട്ടിയില്ല. ശരിക്കും പുറമേയുള്ള ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ശരിക്കും ഇതുമ്മന്ന് ഒലിച്ച് കളയാൻ പറ്റിയായിരുന്നില്ല. ശരിക്കും ഇങ്ങനെ കറക്റ്റ് ഒട്ടിപ്പായിട്ട് വന്നിരുന്നതാണ്. എന്നിട്ട് ഇത് കുറേ കോട്ട് അടിച്ചിട്ടും ഈ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ടായുള്ളൂ. ഇതാ കണ്ടോ, ഗ്രീൻ കളറും പിങ്കും. ഈ വൈറ്റ് കാണുന്നത് നമ്മൾ സാധാരണ പെയിൻ്റാണ് കേട്ടോ, ഒറിജിനൽ പെയിൻറ്റില്ലേ. അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോ വെറുതെ ഒരു കണ്ണും ഒരു വായയും ഒക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നു. കണ്ട വൈറ്റ് സാധാ പെയിൻ്റ് കൊണ്ട് അടിച്ചതിന് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേത് അത്ര പെർഫെക്റ്റായി വന്നില്ല അക്രിലിക് പെയിൻ്റ് കൊണ്ട് ചെയ്തത്. അപ്പോൾ കണ്ണൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ആ 3 ഹോൾസിൽ കൂടിയും ഇതേപോലത്തെ വള്ളി, കനം കുറഞ്ഞ വള്ളിയാണ് ഞാൻ കിട്ടുന്നത്. അപ്പോൾ 3 വള്ളികൾ ഒരേ ലെങ്ത്ത് എടുത്തിട്ട് ഇത്തിരി അധികം ലെങ്ത്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേമാതിരി ആ 3 ഹോൾസിൽ നിന്നും എടുത്തിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതേ ഈ കാണുന്ന മാതിരി കെട്ടിയെടുത്തിട്ടുണ്ട്. 3 സൈഡിൽ നിന്ന് കെട്ടുമ്പോൾ കുറച്ചുകൂടിയും നല്ല സ്റ്റഡിയായിട്ട് നിന്നോളും. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മണ്ണും ചകിരിച്ചോറും ചെങ്കല്ലിൻ്റെ പൊടിയും കുറച്ച് 3 കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വെയിറ്റ് കൊടുക്കണ്ട, മണ്ണ് കുറവെടുത്താൽ മതി. ചകിരിച്ചോറ് ഇത്തിരി അധികം ഇട്ട് കൊടുക്കാം, ഹാങ് ചെയ്യണതല്ലേ. ഞാനപ്പോൾ ഇതേപോലത്തെ ഒരു ഹാങ്ങറാണ് എടുത്തിരിക്കുന്നത്. ഇത് 3ഉം കെട്ടിയിടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കുലർ ഷേപ്പിൽ കെട്ടിയിടാം, അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പി എടുത്തിട്ട്. എന്നിട്ട് ടർട്ടിൽ വൈൻ, ഇതില്ലേ എവർഗ്രീൻ ടർട്ടിൽ വൈനിൻ്റെ ഓരോ ചെറിയ ചെറിയ തണ്ടുകളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചെറിയ ഹോൾ ഇട്ടിട്ട് അതിൽ വെച്ച് കൊടുക്കുക നമുക്ക്. ഇത് കണ്ടില്ലേ, ഒരു കെട്ട് നമ്മൾ ആദ്യം 3 എണ്ണം എടുത്ത് കെട്ടിയിട്ട് പിന്നെയാണ് ഏറ്റവും മുകളിൽ ഒരു കെട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഈ ഹാങ്ങറിൽ കെട്ടിയിട്ടേക്കാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ചെടികൾ വെക്കാം. ഇങ്ങനെ ഒരു ഹെയറിൻ്റെ രൂപത്തിൽ വരുന്ന മോഡലിൽ ഏതും വെക്കാം. ഇപ്പോൾ സ്പൈഡർ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ എവർഗ്രീൻ ടേർട്ടിൽ വൈൻ നന്നായിട്ട് വളർന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഹാങ്ങറുമലായ കാരണം നമുക്ക് എവിടെ ആയാലും ഹാങ് ചെയ്തിടാനും സുഖമാണ്. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ഞാൻ മോസ് ഗാർഡൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അയച്ചെന്ന ഫോട്ടോ ആണ്. അത് അവരെ വീട്ടിൽ കുട്ടി ചെയ്ത് നോക്കിയിട്ടുള്ള മോസ് ഗാർഡൻ ആണ് കേട്ടോ. അത് ചിരട്ടയിൽ